കൊലപാതകങ്ങളാണ് കുറച്ചു ദിവസങ്ങളായി മലയാളികൾ കണ്ടുവരുന്നത്. ദിനംപ്രതി കുറ്റകൃത്യങ്ങൾ കൂടി വരുമ്പോൾ മനുഷ്യ മനസ്സ് വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഈയിടെയായി കേരളത്തിൽ നടന്ന ചില കൊലപാതകങ്ങൾ മലയാളികളെ ഒന്നടങ്കം ഭീതിപ്പെടുത്തുന്നതാണ്. കേരളത്തിൽ ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ കാണുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന്. ജനുവരി 18-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ മസ്തിഷ്കാർബുദം ബാധിച്ച മാതാവിനെ ലഹരിക്കടിമയായ മകൻ വെട്ടിക്കൊന്നു. ഇതിന് കാരണം ലഹരിയാണ്. സ്വന്തം അമ്മയെ കൊല്ലാൻ മാത്രം ഒരു മകനെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് ലഹരിയാണെന്ന് ഉള്ളത് സമൂഹം തിരിച്ചറിയേണ്ട ഒന്നാണ്. അടിവാരം 30 ഏക്കർ കായിക്കൽ സുബൈദയെയാണ് ഏക മകനായ ആഷിഖ് വെട്ടിക്കൊലപ്പെടുത്തിയത്. മസ്തിഷ്കാർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. അടുത്ത വീട്ടിൽ നിന്നും കൊടുവാൾ ചോദിച്ചു വാങ്ങിയ ശേഷം വീടിനകത്ത് കയറിയ സുബൈദയെ ആഷിഖ് വെട്ടിക്കൊല്ലുകയായിരുന്നു. കഴുത്തിന് പലതവണ മാരകമായി വെട്ടുകളേറ്റ സുബൈദ മരിക്കുകയും ചെയ്തു. ഫെബ്രുവരി 24-ാം തീയതി തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്നത് കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലയായിരുന്നു. പെൺസുഹൃത്തിനെ അടക്കം 5 പേരെ കൂട്ടക്കൊല നടത്തിയത് അഫാൻ എന്ന യുവാവാണ്. നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ കുടുംബത്തിനുണ്ടായ സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കുരുതിയിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. പ്രതി അഫാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു പോലീസിന്റെ നിഗമനം. അഫാന്റെ സഹോദരൻ 8ാം ക്ലാസ് വിദ്യാർത്ഥി അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതൃസഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ, പിതൃമാതാവ് സൽമ ബീവി എന്നിവരെയാണ് കൊല ചെയ്തത്. അഫാന്റെ മാതാവിനെയും കൊല്ലാൻ നോക്കിയിരുന്നു. എന്നാൽ മാതാവ് മരണപ്പെട്ടില്ല. മാതാവിനെ ഗുരുതരാവസ്ഥയിൽ പോലീസ് സഹായത്തോടെ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കടം കാരണം ജീവിക്കാനാവാതെ വന്നതോടെയാണ് മാതാവിനെയും സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ തീരുമാനിച്ചതെന്നും കടുത്ത പ്രതിസന്ധിയിലും ആഭരണമോ പണമോ നൽകി സഹായിച്ചില്ലെന്നതായിരുന്നു മുത്തശ്ശി സൽമ ബീവി, പിതൃസഹോദരൻ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ എന്നിവരോടുള്ള പകയ്ക്കു കാരണം. പണം കടം വാങ്ങി ദൂർത്തടിക്കുന്നുവെന്ന പേരിൽ ലത്തീഫ് വഴക്കു പറയുകയും ഉപദേശിക്കുകയും ചെയ്തു. 1.5 ലക്ഷം രൂപ ലത്തീഫ് മുൻപ് നൽകിയിരുന്നു. കൂടുതൽ പണം ചോദിച്ചെങ്കിലും നൽകിയില്ല. ഇതൊക്കെയാണ് ലത്തീഫിനോട് കടുത്ത വിരോധം ഉണ്ടാകാൻ കാരണം. കടക്കാരുടെ ശല്യം രൂക്ഷമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത നിലയിലായിരുന്നു. മാതാവിന്റെ ചികിത്സയ്ക്ക് പോലും പണമില്ല. മാതാവിനെയും അനുജനെയും ഒറ്റയ്ക്കാക്കാനുള്ള മനസ്സ് വന്നില്ല. താൻ ഇല്ലാതെ ഫർസാനയും ജീവിക്കേണ്ട എന്നതായിരുന്നു പെൺസുഹൃത്തിനെ കൊല്ലപ്പെടുത്താനുള്ള കാരണം. ഫർസാന അനാഥയാവുമെന്നായിരുന്നു അഫാന്റെ വാദം. എന്നാൽ കേരള പോലീസ് ഇതുവരെ കൈകാര്യം ചെയ്ത കൂട്ടക്കൊലപാതക കേസുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തവും അപൂർവവുമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. സംഭവം പ്രത്യേക കേസ് സ്റ്റഡിയായി പോലീസ് പഠിക്കുമെന്നും പോലീസ് പറഞ്ഞു. ഇരകളെയെല്ലാം ഒന്നിച്ചു കൊലപ്പെടുത്തുന്ന രീതിയാണ് ഭൂരിഭാഗം കേസിലുള്ളത്. എന്നാൽ വെഞ്ഞാറമൂട് കേസിൽ പ്രതി അഫാൻ ഒരു പകൽ മുഴുവൻ നീണ്ട ആക്രമണ പരമ്പരയിലൂടെയാണ് 3 വീടുകളിൽ 5 പേരെ കൊലപ്പെടുത്തിയതെന്നുമാണ് പോലീസ് ഭാഷ. കണക്കുകൾ നീളുകയാണ്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം നടന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ തലയ്ക്കു പരിക്കേറ്റ് മരിച്ചത് 15 വയസ്സ് പ്രായമുള്ള എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് ആണ്. അതിനു കാരണക്കാരായതോ വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ളവർ. കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ യാത്രയയപ്പിനിടെ ഉണ്ടായ പ്രശ്നങ്ങളുടെ തുടർച്ചയായി വ്യാഴാഴ്ച വൈകിട്ട് ടൗണിൽ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയിരുന്നു. MJ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾ കൂക്കിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിനു പകരം വീട്ടാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടുതൽ കുട്ടികളെ വിളിച്ചു വരുത്തിയാണ് അടിക്കാൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഉറപ്പിക്കുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നാണ് പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ ഉള്ളത്. ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, അവന്റെ കണ്ണൊന്നും നീ പോയി നോക്ക്, കണ്ണൊന്നും ഇല്ല എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. കൂട്ടത്തല്ലിൽ ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാലും ഒരു വിഷയവുമില്ല, പോലീസ് കേസെടുക്കില്ല എന്നാണ് മറ്റൊരു വിദ്യാർത്ഥി പറയുന്നത്. കേസ് ഉണ്ടാവില്ല, കേസ് തള്ളിപ്പോകുമെന്നും വിദ്യാർത്ഥികൾ പരസ്പരം ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. കേരളത്തിലെ യുവതലമുറയുടെ ആക്രമണ വാസന ദിനംപ്രതി കൂടി വരികയാണ്. സമൂഹത്തിലും പുതിയ തലമുറയിലും ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതിയ നിയമനിർമ്മാണവും അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കുടുംബ ബന്ധങ്ങളുടെ അടിത്തറ ശാക്തീകരിക്കുക വഴിയും ലഹരി ഉപയോഗം ചെറുക്കുക വഴിയും ഇത്തരം ആക്രമണങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അതിനായി മനഃശാസ്ത്രപരമായും സാമൂഹ്യശാസ്ത്രപരമായും പുതിയ പഠനങ്ങൾ നടപ്പിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. KFL ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ.